ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നോക്കുമ്പോൾ ഡ്രസ്സ് മൊത്തവും വരച്ച് മനോഹരമായി നല്ല കലാപരമായി വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചെറിയ കൊച്ചായിരിക്കും. ഫാത്തിമ എന്ന പേരുള്ള ചെറിയ കുഞ്ഞുണ്ട്, 3 വയസ്സാണ്. പാത്തു ചെയ്ത പണിയായിരിക്കും. നമുക്ക് പോയി നോക്കാം എന്തായാലും. ഇന്നത്തെ വീഡിയോ ഇതായിക്കോട്ടെ അല്ലേ. പാത്തുവേ, എന്റെ ചക്കര ഓടി വന്നേ. അസ്സലാമു അലൈക്കും. മുത്താണേ, വാപ്പിയുടെ മുത്താണ്. ലുബാബ, ആദിയ, പാത്തു എല്ലാം നല്ല പിള്ളേർ. പിന്നെ എന്നാക്കുണ്ട് വിശേഷം? സുഖാണോ? ഇതൊക്കെ വരച്ചതാരാ പാത്തു? ഇതൊക്കെ വരച്ചതാരാ? സാധിക്കാക്കയോ? നിങ്ങളല്ലേ? പാത്തു അല്ലേ? ഞാൻ പാത്തു വരച്ചാണ്. ചിലപ്പോ നമ്മള് എന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചായിരിക്കും. ഞാൻ സാധാരണ ഡയറിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പോകാറുണ്ട്. ഡയറിക്കകത്ത് ഒരു പേന ഉണ്ടാവും. ആ പേന ഇങ്ങനെ ചേർത്ത് വെച്ച് പോകാറുണ്ടാവും. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടക്കുന്ന സമയത്തൊക്കെ സംഭവിച്ചായിരിക്കും. ഞാൻ കരുതിയത് നമ്മുടെ പാത്തു മനോഹരമായ ചിത്രം വരച്ച് പഠിച്ചാന്നാണ് കരുതിയത്. പാത്തു വരച്ചതല്ലേ? പാത്തു വരച്ചാണോ? പാത്തുവിന് ചിത്രം വരയ്ക്കാൻ വേണ്ടി വാപ്പിയൊരു ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടേ. പാത്തുവിന് വരയ്ക്കാൻ തോന്നുമ്പോൾ അതി വരയ്ക്കണേ. പാത്തു ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കണേ. തരട്ടെ? എടുക്കട്ടെ? പൊട്ടിക്കട്ടെ? ഗിഫ്റ്റാണ്. പേനെന്തി? ഈ പാത്തു ഈ ബുക്കിൻ്റെ അകത്ത് കളർ അടിക്കണം, വരയ്ക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഏതാ പാത്രം വേണ്ടേ? ഇത് വേണോ? എല്ലാം ഒന്നല്ലേ? ഇതേതാ വേണ്ടേ? മതിയോ? പിടി. അതേ വരയ്ക്കണേ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇതുപോലൊക്കെ എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിയാൽ നമ്മൾ ഈ രൂപത്തിൽ അവരോട് ദേഷ്യം പിടിക്കാതെ അവർക്ക് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന നല്ല സാധനമായി കൊടുക്കണം. ചില കുട്ടികൾ നമ്മുടെ ഈ ഇവിടെ തന്നെയാണ് കുറേയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടാവും. നമ്പരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എഴുതാനും അത് വരയ്ക്കാനും ആവശ്യമായ നമ്മുടെ സാധനങ്ങൾ, ബുക്കുകൾ, വരയ്ക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങി കൊടുക്കുക. അപ്പോൾ അവരതിൽ വരച്ച് അവർ കഴിവുള്ളവരായി മാറും. പക്ഷെ നമ്മൾ ഇവർ വരച്ചതിൻ്റെ പേരിലോ ഇവരങ്ങനെ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താതെ അവർ ആ കഴിവിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അതിന് ആവശ്യമായ നല്ല സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. ഈ ബാക്കി 2 പുസ്തകം നമ്മുടെ ബാക്കി 2 പെൺകുട്ടികളുണ്ട്, അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുള്ളതാണ്.